EMAയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സഹദ് AK-നെ പരിചയപ്പെടാം. ഹായ് ഹായ് സാർ, 10 വർഷത്തിലധികമായിട്ടുള്ള ഒരു വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ടാണല്ലോ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു മിഷനും വിഷൻ ആൻഡ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഭാഗ്യവശാൽ എനിക്ക് ഒരു ഹൈ പേയിങ് സ്കില്ല് പഠിക്കാനും അതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ പല രാജ്യത്തു നിന്ന് ആൾക്കാർ വന്ന് വർക്ക് ചെയ്യുകയും അവർ ഈ ഹൈ സാലറിയും ഹൈ കരിയർ ഗ്രോത്തും ഒക്കെ കിട്ടുകയും അവർ ആ കാശ് അവരുടെ നാട്ടിലോട്ട് അയച്ചു കൊടുക്കുകയും അവരുടെ കുടുംബം ഡെവലപ്പ് ചെയ്യും, അവരുടെ ഈവൻ രാജ്യത്തിൽ തന്നെ കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാനൊക്കെ പറ്റിയിരുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈ പേയിങ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു കുടുംബവും അതുപോലെ തന്നെ ഒരു സംസ്ഥാനവും ഒരു രാജ്യവും എല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും യുവാക്കന്മാരെല്ലാവരും പുറത്തോട്ട് പോവുകയാണ്. എന്താ കാര്യം? അവർക്കൊരു ഹൈ പേയിങ് സ്കില്ലില്ലാത്ത കാരണം, അല്ലെങ്കിൽ ഹൈ പേയിങ് സാലറി കിട്ടുന്ന ജോലിയില്ല. ഇതാണ് അവരുടെ മെയിൻ പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആണ് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഉള്ളത്. ലോകത്തിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ എവിടെയെന്ന് വെച്ചാൽ ഇന്ത്യയിലാണ്. ആ ഹ്യൂമൻ ക്യാപിറ്റലിനെ ഒരു ഹൈ പേയിങ് സ്കില്ലാക്കി മാറ്റാൻ പറ്റും. ഐ വാസ് ലക്കി ടു ഗെറ്റ് എ ഹൈ പേയിങ് സ്കിൽ ആൻഡ് ഐ വാസ് ഗെറ്റിംഗ് ഹൈ പേയിങ് സാലറി പിന്നെ അബ്രോഡ്. അപ്പം ഈ ഇത് നമുക്ക് കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് അവർ ഗ്രേറ്റ് നേഷൻ. അപ്പം നമ്മുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഷൻ ബിൽഡിംഗ് ത്രൂ സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പം രാജ്യത്തിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ നിങ്ങൾ ചൈന ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈന എന്താ ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണം അവിടെ ഹൈലി പ്രിസിഷൻ സ്കിൽസ് ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പം അതേപോലത്തെ സ്കില്ല് നമ്മുടെ രാജ്യത്തും കൊണ്ടുവരണം. അപ്പം നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഭാഗ്യത്തിന് ഇങ്ങനെ നമ്മൾ ഹൈ പേയിങ് സ്കിൽസ് ചെയ്യാനും നല്ല സാലറി കിട്ടാനൊക്കെ അവസരം കിട്ടിയപ്പോൾ അത് നമുക്ക് എന്തുകൊണ്ട് കൂടുതൽ ആളിലോട്ട് എത്തിക്കാം. ആ മിഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ഹൈ പേയിങ് ഇത് ഉള്ള സ്കിൽസുകൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അത് വലിയ രീതിയിൽ വലിയ നമ്പേഴ്സിൽ ആളുകളിൽ എത്തിക്കാനും നമുക്ക് പറ്റിയത്. അപ്പോൾ ഈ ഇത് ചെയ്യുമ്പോൾ അവരുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ, കുടുംബത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതെല്ലാം ഭയങ്കര പ്രചോദനം. അപ്പം നമുക്ക് ഇതുപോലത്തെ സ്കില്ലുകൾ കൊണ്ടുവന്നാൽ മതി. അത് ഇംപ്ലിമെന്റ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്ത് അവർ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സക്സസ് വിൽ ഗെറ്റ് റെസണേറ്റഡ്. കൂടുതൽ ആൾക്കാർ ഈ സക്സസിന്റെ ഭാഗമാകാൻ വരും. അപ്പം നമുക്ക് അതേപോലെ തന്നെയാണ് നമ്മുടെ നേഷൻ ബിൽഡിങ്ങിന് രാജ്യത്തിന് വേണ്ട കാര്യങ്ങൾ, സ്കിൽസ് അതിലും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു നാഷൻ ബിൽഡിംഗ് മൂവ്മെൻ്റ് ആയിട്ട് പോകും. അപ്പം നമ്മൾ തന്നെ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിറ്ററസി, ഫിനാൻഷ്യൽ ലിറ്ററസി, അതുപോലെ ഇപ്പം NEP പ്രകാരം ഇപ്പം നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞുകൂടാ, ദേശ് കോ ബദൽനാ ഹെ തോ ശിക്ഷാ ബദലോ എന്നാണ് പറഞ്ഞത്. അപ്പം രാജ്യം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എഡ്യൂക്കേഷൻ തന്നെ മാറണം. അപ്പം നമ്മൾ ഈ എല്ലാ മേഖലകളിലും സമഗ്രമായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളും അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എഫേർട്ടായിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മൾ ഉദ്ദേശിക്കേണ്ടത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിന് ഒരു ഉത്തരം പറയാൻ പറ്റുന്ന കാര്യം ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ലക്കിലി ഐ വാസ് ഇൻ ദിസ് ഡൊമെയിൻ. അതുപോലെ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ എക്സ്പെർട്ടീസും യൂസ് ചെയ്ത് കൂടുതൽ ആൾക്കാരെ ഈ ഏരിയയിൽ എത്തിക്കാനും അവർക്ക് വേണ്ട ഏരിയാസ് സ്പെസിഫിക്കലി ഞാൻ ഹൈ പേയിങ് സ്കിൽ സെറ്റ് ആയ SAP നമ്മളാണ് അത് കൊണ്ടുവന്നത്. വലിയ നമ്പേഴ്സിൽ ആൾക്കാർക്ക് അത് കൊടുക്കാനും സക്സസ് കൊടുക്കാനും പറ്റി. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ലിറ്ററസി, സ്റ്റാറ്റ്യൂട്ടറി ലിറ്ററസി, അതുപോലെ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ യൂസ് ചെയ്ത് NEP ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി കൂടുതൽ കുട്ടികളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, അവർക്ക് ഒരു നാഷൻ ബിൽഡിങ്ങിൻ്റെ പാർട്ടാവുകയും പറ്റും. അതേപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊപ്പം തന്നെ എല്ലാവരും മൂവ്മെൻറ്റ് ഇൻവോൾവ് ആവുകയാണെങ്കിൽ ഈ വിദേശത്തോട്ട് ആൾക്കാർ പോകുന്നത് അതൊരു വലിയ പ്രശ്നമാണ്. കാര്യം നാളെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ആരും ഉണ്ടാവത്തില്ല. നമ്മുടെ എല്ലാ ബിസിനസ്സുകളെയും ഇമ്പാക്ട് ചെയ്യും. അപ്പം അങ്ങനെ ഒരു പ്രശ്നത്തിന് അഭിമുഖീകരിക്കണമെങ്കിൽ ഹൈ പേയിങ് ആയിട്ടുള്ള ജോലികൾ നമ്മുടെ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലും വരണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം?
ഹൈ പേയിങ് ആയിട്ടുള്ള സ്കിൽസ് ആൾക്കാർക്ക് കിട്ടുകയും അതുപോലത്തെ കമ്പനികൾ നമുക്ക് അട്രാക്ട് ചെയ്യാനും പറ്റുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാം അടിപൊളിയാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ.